ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് വിട്ടാലോ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്, നമ്മൾ ഡോക്ടേഴ്സിനൊക്കെ എന്തെങ്കിലും അസുഖമായിട്ട് ഡോക്ടേഴ്സിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ നമുക്ക് മരുന്നിൻ്റെ ഒരു പ്രിസ്ക്രിപ്ഷൻ തരാറുണ്ട്. അത് നമ്മൾ ഏത് മരുന്നാണ് എന്താണെന്ന് നമുക്ക് വായിച്ചാൽ മനസ്സിലാവാറില്ല. എന്നാൽ നമ്മൾ മെഡിക്കൽ ഷോപ്പിലൊക്കെ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ടുള്ള മരുന്നൊക്കെ എടുത്ത് തരാറുണ്ട്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഇത് വായിക്കാൻ പറ്റാത്തതെന്ന് എനിക്കും മനസ്സിലാവാറില്ല. അപ്പോൾ എന്ത് മരുന്നാണ് ഡോക്ടർ നമുക്ക് എഴുതി തരുന്നത്, ആ മരുന്ന് എന്തിനുള്ളതാണ് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ബോട്ട് ഉണ്ട്, വാട്സപ്പ് ബോട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ്, അതിലൂടെ നമുക്ക് എങ്ങനെയാണ് ആ മരുന്നിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഒന്നുകിൽ നിങ്ങൾ ഈ നമ്പർ വാട്സപ്പിൽ സേവ് ചെയ്ത് വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ആഗസ്റ്റ് എ എന്ന് പറഞ്ഞിട്ടൊരു ബോട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ചാറ്റ് എന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു ചാറ്റിലേക്കാണ് പോവുക. എന്നിട്ട് നമ്മൾ ഡോക്ടർ തന്നിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ ഇതിൽ അയച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ഫോട്ടോ അയക്കുന്ന പോലെ തന്നെ ഫോട്ടോ അയച്ചു കൊടുക്കാം. അപ്പോൾ ഞാനൊരു മെഡിസിൻ്റെ പ്രിസ്ക്രിപ്ഷൻ അയച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, നമ്മുടെ പ്രിസ്ക്രിപ്ഷനിലുള്ള മെഡിസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ എനിക്കൊരു വയറുവേദന ഉണ്ടായ സമയത്ത് ഡോക്ടറെ കാണിച്ചപ്പോൾ തന്നൊരു പ്രിസ്ക്രിപ്ഷനാണ്. അപ്പം ഇതിലെ മരുന്നിൻ്റെ ഡീറ്റെയിൽസും കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ അതുപോലെ നമുക്കങ്ങനെ ആ ഒരു ടൈപ്പ് വയറുവേദന വരുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഡയറ്റിൽ ശ്രദ്ധിക്കണം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതുകൂടെ നമുക്കിതിൽ ലിസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എത്രത്തോളം കൃത്യമാണോ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. ശരിക്കും നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതായിട്ടുള്ള വിഭാഗത്തിൽപ്പെട്ടുള്ള ഡോക്ടർമാരെ കാണിച്ച് പ്രിസ്ക്രിപ്ഷൻ എടുക്കുക, എന്നിട്ട് മരുന്ന് വാങ്ങി കഴിക്കുക. എന്നാലേ നമ്മുടെ അസുഖമൊക്കെ മാറുള്ളൂ. ഇത് ജസ്റ്റ് നമുക്ക് ഈ പേരൊന്ന് വായിക്കാൻ വേണ്ടി ജസ്റ്റ് ഫണ്ണിയായിട്ട് നോക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ ഇത് ഭയങ്കര കൃത്യമായിട്ടുള്ള വിവരമാണെന്നോ അല്ലെങ്കിൽ ഇത് മാത്രമാണ് എന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം അങ്ങനെയൊന്നും ആരും യൂസ് ചെയ്യരുത്. ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് നോക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതുപോലത്തെ കിടിലൻ അറിവുകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.